Hello, welcome to What's Your Story. This is Vidya. Thank you so much for your input. Last week, I did video ideas. Thank you so much. That's really helpful. We content plan. Now, we have a home decorating video. 10 things that make your home look old. 10 things that date your home. That's a disclaimer. This is a relative comparison. This is 7-8 years. വീടിന്റെ എല്ലാ സ്റ്റൈലുകളും നോട്ട് ജസ്റ്റ് ദ ഡെക്കോർ ആൻഡ് ഓൾ ദാറ്റ് ഫിനിഷുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തെ മോഡൽ ഹോം ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 6 years ബാക്ക് വരെയുള്ള വീടുകൾ പോലും പഴയതായി തോന്നാറുണ്ട്. എസ്പെഷ്യലി എനിക്ക് നിങ്ങൾ ഓരോരോ ഫോട്ടോസൊക്കെ മോഡൽ ഹോം കാണുമ്പോൾ ഞങ്ങളുടെ വീട് അയ്യോ ഭയങ്കര പഴയതായിപ്പോ എന്നൊരു തോന്നലാണ് ഉണ്ടാവല്. അങ്ങനത്തെ ഒരു കമ്പാരിസൺ അല്ല ഉദ്ദേശിക്കുന്നത്. അതുമല്ല പ്രാക്ടിക്കൽ അല്ല. നമ്മൾ എല്ലാ 6-7 കൊല്ലം എല്ലാ സാധനം ഫിനിഷ് ഗ്രാനൈറ്റ് ഒക്കെ മാറ്റാൻ പറ്റൂല്ലല്ലോ. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ ദാറ്റ് യു കെൻ കൈൻഡ് ഓഫ് ചേഞ്ച് ഓർ അപ്ഡേറ്റ് ടു മേക്ക് യുവർ ഹോം ലുക്ക് ന്യൂവർ. അതാണ് ഈ ഒരു വീഡിയോനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു ജനറിക്കായ കാര്യം പറയട്ടെ. ഞാനിത് സ്ഥിരമായിട്ട് എല്ലാ ഹോം ഡെക്കോർ വീഡിയോയിൽ പറയുന്നതാണ്. ഈ സജഷൻസും റെക്കമെൻഡേഷനും ഒരു ജനറിക്കായ അഭിപ്രായങ്ങളാണ്. ഓഫ് കോഴ്സ് ഇൻ യുവർ ഹോം ഡു വാട്ട് യു ലൈക്ക്. ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് നിങ്ങളുടെ ടേസ്റ്റിന് യോജിക്കുന്ന അല്ലെങ്കിൽ ഡോണ്ട് ഫോളോ. ഫീൽ ഫ്രീ ടു ഡു വാട്ട് യു ലൈക്ക്. ഇറ്റ്സ് യുവർ ഹോം റൈറ്റ്. നമ്പർ 1 ബൂബ് ലൈറ്റ്. ഇത് യെസ് കേട്ട ശരിയാണ്. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ആദ്യമായിട്ട് ഈ വാക്ക് കേൾക്കുമ്പോൾ എൻ്റെ റിയാക്ഷൻ അത് തന്നെയായിരുന്നു. അറ്റ്ലീസ്റ്റ് ഐ ഗോട്ട് യുവർ അറ്റൻഷൻ റൈറ്റ്. ഈ ഒരു ലൈറ്റിനെയാണ് ബൂബ് ലൈറ്റ് എന്ന് എല്ലാവരും ജനറിക് ആയിട്ട് വിളിക്കുന്നത്. ഓഫ് കോഴ്സ് പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് റൈറ്റ്. ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വൺസ് യു സീ ഇറ്റ് യു കാൺ അൺസീ ഇറ്റ്. You can thank me for that. അപ്പോൾ ഇത് ഒരു മേ ബി 10 years ബാക്ക് late 90s 2000s ഭയങ്കര ഒരു ഇന്നായിട്ടുള്ളൊരു ലൈഫ് ഫിക്സ്ചർ ആയിരുന്നു ഈ ഒരു സ്റ്റൈല്. എൻ്റെ പഴയ വീട്ടിലും ഈ വീട്ടിലും ആദ്യം വന്ന് ഞാൻ ചെയ്തൊരു കാര്യം എല്ലാ ലൈറ്റും ഈ ലൈറ്റ് ആക്കലാണ്. അപ്പോൾ പല മുറികളിലും ഞങ്ങളുടെ ഈ ലൈറ്റ് ഉണ്ട്. ഞങ്ങളുടെ ഫാനിന്റെ ഇതിന്റെ ഫാനിലും ഈ ലൈറ്റ് ഉണ്ട്. എല്ലായിടത്തും ഈ ലൈറ്റ് ഉണ്ട്. മാറ്റിയിട്ടില്ല. പക്ഷെ ഇൻ കേസ് you're buying an older home അല്ലെങ്കിൽ നമുക്ക് വീടിന്റെ ലുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഈ ലൈറ്റ് ഫിക്സ്ചർ മാറ്റിയിട്ട് കുറച്ചും കൂടി മോഡേൺ സിംപിളർ സ്റ്റൈൽസ് ആണ് ഇപ്പോൾ ഉള്ളത്. നമ്പർ 2 ചീപ്പ് പ്ലാസ്റ്റിക് ബ്ലൈൻഡ്സ്. ഇത് ഓഫ് കോഴ്സ് റിയൽ വുഡ് ബ്ലൈൻഡ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് നോർമലി ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നത്. ചീപ്പ് പ്ലാസ്റ്റിക് ബ്ലൈൻഡ്സ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടേഴ്സ് ഓഫീസിലോ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റുകളിലോ കാണുന്ന ടൈപ്പ് ബ്ലൈൻഡ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിന് നല്ലൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്ന് വെച്ചാൽ 4 wood ബ്ലൈൻഡ് ആണ്. അത് 4 wood എന്ന് പറഞ്ഞാൽ വുഡ് പോലെ തോന്നിക്കുന്ന ബ്ലൈൻഡ്. പ്ലാസ്റ്റിക് ആണ് സാധനം, പക്ഷെ അതിന് മറ്റേനേക്കാളും കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ അതിന് ആ ഒരു പഴയ വീടിന്റെ ലുക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ വേർട്ടിക്കൽ ബ്ലൈൻഡ്സ് ഉണ്ടാവില്ലേ, അപ്പാർട്ട്മെന്റിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സാധനമാണ്. വേർട്ടിക്കൽ ബ്ലൈൻഡ്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ബിക്കോസ് ദാറ്റ് ഓൾസോ ഗിവ്സ് എ ഡേറ്റഡ് ഫീൽ. നമ്മൾ 80s 90s സ്റ്റൈലായിരുന്നു അത്. നമ്പർ 3 ഇതൊരു എൻ്റെ ഒരു പെറ്റ് പീവാണ്. പല ആൾക്കാരുടെ വീട്ടിൽ ഉള്ള ഒരു കാര്യം കൂടിയാണ്. ഓർണേറ്റ് വിൻഡോ ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഭയങ്കര ഫസി ആയിട്ട് കുറെ ഹെവി കേർട്ടൻ ഫാബ്രിക് ഇല്ലേ, അതിന്റെ കേർട്ടനുകൾ. അഗൈൻ ഇറ്റ് വാസ് എ സ്റ്റൈൽ ഇൻ 90s ആൻഡ് ഇൻ 2000. ഡബിൾ കേർട്ടൻ റോഡ് വെച്ചിട്ട് 2 ലെയറുള്ള കേർട്ടൻ, പിന്നെ ബാലൻസ് വെച്ചിട്ട് ബാലൻസിന്റെ അറ്റത്തെ ലേസ്, ആ ടൈപ്പ് ബാലൻസ് ഒക്കെ അല്ലേ, അതൊക്കെ ഡെഫിനറ്റ്ലി ഡെഡ് ഗിവ് അവേ ദാറ്റ് ഇറ്റ്സ് എൻ ഓൾഡർ സ്റ്റൈൽ. ഒരു പഴയ വീടിന്റെ വൈബാണ് അത് നൽകുക. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ അടുത്ത കുറെ കാലങ്ങളായിട്ട് ആൾക്കാർക്ക് സിംപ്ലർ ആയ വിൻഡോ ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ കേർട്ടൻസ് ആണ് ഇഷ്ടം. ദേ ഗോ ഫോർ ലൈറ്റർ കളേഴ്സ്, ലൈറ്റർ ഫാബ്രിക്സ്. ആ 2 ലെയർ വളരെ കുറവാണ് കാണുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് സീൻ ഇറ്റ് അറ്റ് ഓൾ. ഒരു മിനിമലിസ്റ്റിക് സൈഡിലേക്കാണ് പല ആൾക്കാരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേർട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ വേറെ കാര്യം കൂടിയുണ്ട്. വലിയ പ്രിന്റ്സ് അതും പോയി. ഫോർ എക്സാമ്പിൾ ഷെവ്രോൺ വാസ് എ റേജ് ഇൻ 2012 2014 ആ സമയത്ത്. ഇപ്പൊ അത്ര ബോൾഡ് പാറ്റേൺസ് വളരെ കുറവാണ്. പാറ്റേൺസ് ഉണ്ടെങ്കിൽ തന്നെ പീപ്പിൾ ഗോ വിത്ത് സ്മോളർ പ്രിന്റ്സ്. അങ്ങനത്തെ പാറ്റേൺ ആണ് ആൾക്കാർ യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത്. നമ്പർ 4
തിങ്സ് ഓൺ ടോപ്പ് ഓഫ് ദ കിച്ചൺ ക്യാബിനറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും പല വീടുകളിലും ദർ ഇസ് സ്പേസ് ബിറ്റ്വീൻ ദ ടോപ്പ് ഓഫ് ദ ക്യാബിനറ്റ് ആൻഡ് ദ സീലിംഗ് റൈറ്റ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ ചെടികൾ വയ്ക്കുക, കുറേ വാസസ്, സെറാമിക് അങ്ങനെ സാധനങ്ങൾ വയ്ക്കുക. അതൊക്കെ ഒരു കാലത്ത് ലേറ്റ് 90s ഏർലി 2000s ഭയങ്കര പോപ്പുലറായ സ്റ്റൈലായിരുന്നു. എല്ലാവരുടെ വീടിൻ്റെ മുകളിലും ivy അങ്ങനത്തെ സാധനമൊക്കെ കാണുമായിരുന്നു. ബിക്കോസ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന സ്റ്റൈലായതുകൊണ്ട് ഇപ്പം നമ്മളത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ലുക്സ് ഡേറ്റഡ്. അതിന് പകരം ഫ്രീ ആയിട്ട് ആ ഒരു സ്പേസ് വിട്ടാൽ മതി. ഡെക്കോറിൻ്റെ അപ്ഡേറ്റിൻ്റെ കാര്യം മാത്രമല്ല, അവിടെ വെച്ച് കഴിഞ്ഞാൽ ആർക്കും തൊടാൻ പറ്റില്ല, ക്ലീനാക്കാൻ ബുദ്ധിമുട്ടാണ്. ഫുൾ പൊടി പിടിച്ചിരിക്കുന്ന ഒരു കണ്ടീഷനിൽ എന്തിനാ വെറുതെ നമ്മൾ എക്സ്ട്രാ സാധനം അവിടെ പൊടി പിടിക്കാൻ വേണ്ടി വെച്ചു കൊടുക്കുന്നത്. പോയിന്റ് നമ്പർ 5, ബ്രാസ് ഫിക്ചേഴ്സ്. ബ്രാസ് ഫിക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഡോർ നോബ്സ്, പിന്നെ ലൈറ്റുകൾ, ഷാൻഡിലിയർ. അത് ഷാൻഡിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടിപ്പിക്കൽ അപ്പാർട്ട്മെന്റിലൊക്കെ ഉണ്ടായിരുന്ന ടൈപ്പ് ഷാൻഡിലിയർ ഇല്ലേ, അത് ഭയങ്കര കോമൺ ആയിരുന്നു 90s ഈവൻ 2000 വീടുകളിലും. ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ബ്രാസ് ഡോർ നോബിന്റെ സ്റ്റൈല് കുറച്ച് കൊല്ലങ്ങളായിട്ട് അത് മൂവിങ് അവേ ഫ്രം ദാറ്റ്. ഈസി വേ ടു അപ്ഡേറ്റ് ദിസ് ഇസ് നമ്മൾ നോബ് ഊരിയെടുക്കുക, സ്പ്രേ പെയിന്റ് ചെയ്യുക. ഏത് ടൈപ്പുള്ള മെറ്റൽ ഫിനിഷ് ആയാലും നമുക്ക് അതിൻ്റെ സ്പ്രേ പെയിന്റ് കിട്ടും. അപ്പോൾ സ്പ്രേ പെയിന്റ് ചെയ്യുക, സീൽ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ വെരി ഗുഡ് an easy way to update your door knobs. Light fixture, ഞാൻ പറഞ്ഞ പോലെ ബ്രാസിന് ലൈറ്റ് ഫിക്ചർ ഇറ്റ് ഈസ് ഇൻ, ബട്ട് ദ സ്റ്റൈൽ ഇസ് വെരി ഡിഫറെന്റ് ഫ്രം വാട്ട് ഇറ്റ് യൂസ് ടു ബി. ആ ടിപ്പിക്കൽ ഷാൻഡിലിയറിന്റെ സ്റ്റൈലല്ല. ഇങ്ങനത്തെ ടൈപ്പ് മോഡേൺ ലുക്കിംഗ് ബ്രാസ് ലൈറ്റ് ഫിക്സ്ചേഴ്സ് ആർ സ്റ്റിൽ ഇൻ വോഗ്. നിങ്ങൾക്ക് ബ്രാസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്റ്റൈലിലേക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. പോയിന്റ് നമ്പർ 6, ഇതും എൻ്റെ ഒരു പെറ്റ് പീവാണ്. പല വീടുകളിലും കാണുന്ന ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് മാച്ചിങ് ഫേർണിച്ചർ. ഇത് എസ്പെഷ്യലി ട്രൂ ഡൈനിങ് റൂമുകളിലാണ്. നല്ല ഓർണേറ്റ് വുഡ് കാവിങ് ഉള്ള ഇങ്ങനത്തെ കാലൊക്കെയുള്ള ഡൈനിങ് ഫേർണിച്ചർ അല്ലേ. ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു കേട്ടോ, അത് ഇല്ലാതല്ലേ പറയണേ. എല്ലാ ഇന്ത്യക്കാരും ദേ ടെൻ ടു ഗ്രാവിറ്റേറ്റ് ടു ദാറ്റ് സ്റ്റൈൽ റൈറ്റ്. ഡൈനിങ് ടേബിളും ചെയറും ചൈന ക്യാബിനറ്റ് ഇല്ലേ, മുകളിൽ ഗ്ലാസ് വെച്ചേക്കുന്ന, അടിയിൽ ഷെൽഫുള്ള, ഡോറൊക്കെയുള്ള ഷെൽഫുള്ള ടൈപ്പ്, ആ സെയിം സ്റ്റൈലിൽ അതും ഇതും കൂടിയുള്ള കോമ്പിനേഷനാണ് ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി ഈ ചൈന ക്യാബിനറ്റ് എന്ന് പറഞ്ഞ സാധനം ആ മുകളിൽ ഗ്ലാസ് വെക്കുന്ന ടൈപ്പ് സ്റ്റൈല് കംപ്ലീറ്റ്ലി ഔട്ടായി. ഇപ്പൊ എല്ലാവരും ആ ഒരു അടിയിലത്തെ ഭാഗമില്ലേ അത് മാത്രമേ വെക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു അഗൈൻ ആ മിനിമലിസ്റ്റിക് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് അത്രയും വലിയൊരു ക്യാബിനറ്റ് വരുമ്പം ഇറ്റ് ടേക്സ് അപ്പ് സോ മച്ച് സ്പേസ് ഓൾസോ റൈറ്റ്. അതുപോലെ ഗ്ലാസ്സിൽ എപ്പോഴും വൃത്തിയിൽ വെക്കണം, അത് തുടയ്ക്കണം, ഗ്ലാസ് ആയതുകൊണ്ട് ഉള്ളിലൊക്കെ കാണാം. അതാണ് പ്രാക്ടിക്കലും അല്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ ആ ഒരു സ്റ്റൈൽ പോയത്. ഈ ചൈന ക്യാബിനറ്റുകൾ അല്ലെങ്കിൽ ഹച്ചസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഗ്ലാസിൻ്റെ കാര്യമെല്ലാം പറയുന്നത് ഫുൾ വുഡ് വെച്ചുള്ള ടൈപ്പുകൾ, അത് യു ക്യാൻ മേക്ക് ഇറ്റ് വർക്ക് ഇൻ എ മോഡേൺ ഹൗസ്, എസ്പെഷ്യലി ഇഫ് യു ഹാവ് ഫാം ഹൗസ് ഡെക്കോർ. ആ ഫാം ഹൗസ് വീടുകളുടെ ഒരു സിമ്പിളാണ് അങ്ങനത്തെ ഹച്ചുകൾ, മരത്തിൻ്റെ ഹച്ചുകൾ. അപ്പം അങ്ങനെ ഒരു സ്റ്റൈലിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുകഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഹച്ചാണ് ഉള്ളതെങ്കിൽ യു ക്യാൻ ആക്ച്വലി മേക്ക് ഇറ്റ് വർക്ക് ഫോർ യു. പോയിന്റ് നമ്പർ 7, ഫ്രീ സ്റ്റാൻഡിങ് ട്രാഷ് ക്യാൻ ഇൻ ദ കിച്ചൺ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ന്യൂയർ ഹോംസ് ഓൾവേസ് ഹാവ് ദ ട്രാഷ് ക്യാൻ ഇൻസൈഡ് എ ക്യാബിനറ്റ്. ട്രാഷ് ക്യാൻ ക്യാബിനറ്റിന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ടുവേർഡ്സ് ലേറ്റ് 2000s ആണ് ആ ഒരു സ്റ്റൈൽ വന്നത്. അപ്പോൾ അതിന് മുന്നേ പണ്ടത്തെ വീടുകൾക്ക് എല്ലാവർക്കും ട്രാഷ് ക്യാൻ പുറത്തായിരിക്കും. ബിക്കോസ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഡിസൈൻ അപ്ഡേറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്. അപ്പം ട്രാഷ് ക്യാൻ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡെഡ് ഗിവ് അവേ ആസ് ടു ഹൗ ഓൾഡ് യുവർ ഹൗസസ്. ഇത് ഇത്രയും കൂടി എക്സ്പെൻസീവ് ഒരു അപ്ഡേറ്റ് ആണ്. നമ്മൾ ആ ഒരു ക്യാബിനറ്റ് എടുത്ത് മാറ്റി അത് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ അതിന് പകരം ഫ്രണ്ട് ക്യാബിനറ്റിന്റെ ഭാഗം അങ്ങനെ തന്നെ വെച്ചിട്ട് ഉള്ളിൽ ട്രാഷ് ക്യാൻ വെക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയാണ് അതിന്റെ സൊല്യൂഷൻ. പോയിന്റ് നമ്പർ 8, ബാത്റൂം ക്യാബിനറ്റിന്റെ ഹൈറ്റ്. അഗൈൻ ഇതും അറൌണ്ട് 2010-ish വന്ന ഒരു ഡിസൈൻ അപ്ഡേറ്റ് ആണ്. നിങ്ങൾ പുതിയ വീടുകളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ബാത്റൂമിലെ ക്യാബിനറ്റുകൾക്ക് പൊക്കം കൂടുതലാണ്. ആൾക്കാരുടെ സൗകര്യം പൊക്കമുള്ള ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങിയോണ്ടായിരിക്കാം പൊക്കം കൂട്ടിയത്. ഞങ്ങളുടെ വീട് തന്നെ ഇപ്പോൾ 13 years ഓൾഡായി. ഞങ്ങൾ വീട് പണിതപ്പം ഞങ്ങളോട് ഞങ്ങളുടെ ബിൽഡറിന്റെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ച കാര്യമാണ്. പുള്ളി പറഞ്ഞു നിങ്ങളിപ്പം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യൂ, ഇല്ലെങ്കിൽ വിത്തിൻ എ ഫ്യൂ ഇയേഴ്സ് ഷോർട്ടർ ക്യാബിനറ്റ്സ് വിൽ ഗോ ഔട്ട് ഓഫ് സ്റ്റൈൽ. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി പഴയ ഒരു വീടിന്റെ ഫീൽ വരും. ഇതും അഗൈൻ ഇറ്റ്സ് സ്ലൈറ്റ്ലി കോസ്റ്റ്ലി അപ്ഗ്രേഡ്. പക്ഷെ നമുക്ക് കംപ്ലീറ്റ്ലി ആ ക്യാബിനറ്റ് എടുത്ത് മാറ്റി വേറെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ക്യാബിനറ്റുകൾ വാങ്ങാൻ കിട്ടും ഹോം ഡിപ്പോയിലൊക്കെ. ദാറ്റ് ഓൾസോ ഷോസ് ദ ഏജ് ഓഫ് യുവർ ഹോം. പോയിന്റ് നമ്പർ 9ഉം 10ഉം കുറച്ചും കൂടി സ്പെഷ്യൽ യൂസ് കേസുകളാണ്. നമ്പർ 9, മിറർഡ് വാൾസ്. ഇത് താങ്ക്ഫുള്ളി കുറെ കാലമായിട്ട് കണ്ടുവരുന്നില്ല. മിറർ വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ചുമര് വരുന്ന മിററുകളില്ലേ, അങ്ങനെ മിറർ പാനലിൽ വെക്കുന്ന ഫുൾ സീലിംഗ് ടു ഫ്ലോർ,
ആ ഒരു സ്റ്റൈലിനെയാണ് ഉദ്ദേശിക്കുന്നത് മിറർ വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതും ഭയങ്കര പോപ്പുലർ ആയിരുന്നു 80s. ഞങ്ങൾ പണ്ട് ന്യൂജേഴ്സിയിലൊക്കെ പുതിയ വീട് പണിതിരുന്ന വീടുകൾക്ക് ആ സമയത്ത് കേട്ടോ, mid-2000s ഉണ്ടായിരുന്ന വീടുകൾക്ക് അവർ ആ മിറർ വാളുകൾ വെക്കുന്നുണ്ട്. അപ്പം there are some homes that were built in the 2000 which has it, right? എന്തിനാ ഒരു ഫുൾ മിറർ ഉള്ള വാൾ? unless you're running a dance studio, I don't know how useful that is going to be. അത് നമ്മൾ പ്രൊഫഷണലി ആൾക്കാരെ കൊണ്ട് എടുത്ത് റിമൂവ് ചെയ്യിപ്പിച്ചാൽ മതി. എന്നിട്ട് ഡ്രൈ വാളിന്റെ ഫിനിഷ് ഒന്നും കൂടി വൃത്തി സ്മൂത്ത് ചെയ്യണമെന്നേ ഉണ്ടാവുള്ളൂ. നമ്പർ 10, ബ്രിക്ക് ഫയർ പ്ലേസ്. ഐ എം നോട്ട് സെയിങ് ബ്രിക്ക് ഫയർ പ്ലേസ് ഇസ് ബാഡ്. ചില ലുക്കുകൾക്ക് അത് ഭയങ്കര നല്ലതാണ്. പീപ്പിൾ ആക്ച്വലി പെയിന്റ് ബ്രിക്ക് ഫയർ പ്ലേസസ് ടു ഒരു ലൈറ്റ് വൈറ്റ് വാഷ് ചെയ്ത കളർ. അപ്പോഴും ഇറ്റ് വിൽ ഗിവ്സ് എൻ അപ്ഡേറ്റഡ് ഫീൽ. ബട്ട് ബ്രിക്ക് ഇൻ ജനറൽ ആ ഒരു സ്റ്റൈൽ പോയി. ഇത് മെയിനായിട്ട് കണ്ടുവന്നിരുന്ന 80s, 90s, early 2000 വീടുകളിലാണ്. ഇപ്പോഴത്തെ ഫയർ പ്ലേസൊക്കെ ഭയങ്കര മോഡേൺ ലുക്കിംഗ് ഫയർ പ്ലേസും ആണ്. അപ്പം an easy way to update this, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെയിന്റ് ചെയ്യാം, വൈറ്റ് വാഷ് ചെയ്യാം. അനദർ തിങ് ഇസ് മാൻറ്റിൽ. ആ ബ്രിക്ക് വെച്ച് ബിൽഡ് ചെയ്ത മാൻറ്റിൽ ആകുമ്പോൾ കുറച്ച് ഡേറ്റഡ് ലുക്ക് വരും. അല്ലെങ്കിൽ നമ്മൾ ഒരു പ്ലെയിൻ ഫയർ പ്ലേസ് ആണെങ്കിൽ ഒരു മോഡേൺ ലുക്കിംഗ് ക്ലീൻ മാൻറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ലൊരു അപ്ഡേറ്റ് കിട്ടും. വേ ടു അപ്ഡേറ്റ്. ആ ബ്രൗൺ കളർ ബ്രിക്കോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഞങ്ങളുടെ പഴയ വീട്ടിലുണ്ടായിരുന്നത് എന്ത് കളറാണെന്ന് എനിക്കറിയില്ല, മിക്സ്ഡ് കളറുള്ള ഒരു ബ്രിക്ക് ഫയർ പ്ലേസ് ആയിരുന്നു. അതൊക്കെ ലുക്ക് സ്റ്റേറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി this video was helpful to at least some of you. നിങ്ങളുടെ ഫീഡ്ബാക്ക് എപ്പോഴും അറിയിക്കുന്ന പോലെ തന്നെ അറിയിക്കണേ. ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.